വെൽക്കം ടു മാസ്റ്റർമൈൻഡ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ യൂണിറ്റ് 3 ഡിമാൻഡ് സപ്ലൈയിൽ നമ്മൾ ഡിമാൻഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ സപ്ലൈ ഭാഗമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എന്താണ് സപ്ലൈ? നമ്മൾ ഡിമാൻഡുകളെ കുറിച്ച് ഒരുപാട് പറഞ്ഞു, ഒരു സാധനത്തിൻ്റെ ഡിമാൻഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ സപ്ലൈനെ കുറിച്ച് പറയാം. വി ഹാവ് ഓൾറെഡി എക്സാം ദ കൺസെപ്റ്റ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിനെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്, ദ ലോ ഓഫ് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് അതേഴ്സ് റിലേറ്റഡ് ടോപ്പിക്സ്. ദ ബയേഴ്സ് ഓഫ് ദി കമ്മോഡിറ്റി ക്രിയേറ്റ് ദ ഡിമാൻഡ്. വാങ്ങുന്ന വ്യക്തികളാണ് അതിൻ്റെ ഡിമാൻഡ് നോക്കുക ഫോർ ദി ഗുഡ്സ്, സാധനത്തിൻ്റെ. എങ്ങനെയാണ് നോക്കുന്നത്? ഹൗ ഓർ ബയേഴ്സ് ക്യാൻ ഓൺലി പർച്ചേസ് എ കമ്മോഡിറ്റി വെൻ ഇറ്റ് ഈസ് ഓഫർഡ് ഫോർ സെയിൽ. ഓരോ സാധനം നമുക്ക് ഓഫർ ചെയ്യുമ്പോഴാണ് ബയ്യർ എന്ത് ചെയ്യുക, ഒന്നും കൂടി അക്സെപ്റ്റ് ചെയ്യുക. മറ്റുള്ള രീതിയിലും അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ ഓഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബയ്യർ ഒന്നുകൂടി പർച്ചേസ് ചെയ്യാൻ അത് അവർക്ക് എന്ത് ചെയ്യും, ഒന്നുകൂടി പ്രോത്സാഹനം കൂടുന്നതാണ്. The business produce the items and service that household need to fulfill their needs. ഓരോ വ്യക്തിയുടെയും ഹൗസ് ഹോൾഡ് നമുക്ക് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ബേസിക്കായി നമ്മൾ പറഞ്ഞിരുന്നു? എന്തൊക്കെയാണ്? ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ. ഇത് അവരുടെ ബേസിക് ഫുൾഫിൽമെൻ്റ് ആണ്. ഇത് ബിസിനസ്മാൻ ആയാലും മറ്റുള്ള ആര് വ്യക്തി ആയാലും ഒരു ഹൗസ് ഹോൾഡിൽ ഒരു പോവർട്ടി പീപ്പിൾ ആയാലും അവർക്ക് വേണ്ടി എന്താണ്? ഫുഡ് വേണം, അതുപോലെ തന്നെ ക്ലോത്ത് വേണം, ഷെൽട്ടർ, വീട് വേണം. അത് അവർ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാഷ് വേണം. അപ്പോൾ ഡിമാൻഡ് വേണം, സപ്ലൈ വേണം. അതൊക്കെ എന്തെങ്കിലും അവിടെ പർച്ചേസ് ചെയ്യുള്ളൂ. പർച്ചേസ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ക്യാഷ് കിട്ടുകയുള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്? ഫേംസ് മസ്റ്റ് സ്പെൻഡ് മണി ടു പർച്ചേസ് ദ ഇൻപുട്ട് നീഡ് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് ഫേംസ്, ഒരു കച്ചവടക്കാരൻ, ഒരു ഫേമുകൾ എന്ത് ചെയ്യുന്നു? മസ്റ്റ് സ്പെൻഡ് മണി, പണം എന്ത് ചെയ്യുന്നു? ചെലവഴിക്കുന്നു. എന്തിനു വേണ്ടി? അത് സാധനം വാങ്ങാൻ. സപ്ലൈ എന്ന് പറയുമ്പോൾ വിൽക്കുകയാണ്. ഡിമാൻഡ് പറഞ്ഞാൽ ഓരോ സാധനത്തിനുള്ള ഡിമാൻഡുകളാണ്. സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിൽക്കുകയാണ്. ഫേം മസ്റ്റ് സ്പെൻഡ് മണി, മണി എന്ത് ചെയ്യുന്നു? ചെലവഴിക്കുന്നു. ടു പർച്ചേസ് ദ ഇൻപുട്ട് നീഡഡ് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് ആൻഡ് സർവീസ്. എന്തൊക്കെയാണ് സാധനങ്ങൾ, സേവനങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? മനുഷ്യരിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് എത്തിക്കേണ്ടത്? പ്രധാനപ്പെട്ടമായിട്ടുള്ള ഫുൾഫിൽമെൻ്റ് ആയിട്ടുള്ള സാധനം, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞിട്ടുള്ള 3 കൺസെപ്റ്റുകൾ, അതിന് നമുക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വേണ്ടപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? അത് അവരെന്ത് ചെയ്യും? ഗുണനിലവാരമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ കേടുവരാത്ത വസ്തുക്കൾ എന്തൊക്കെയാണ്? ഒരുപാട് കാലം നമുക്ക് ക്വാളിറ്റി, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കിട്ടുന്ന, ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടുന്ന വിത്ത് ഓഫ് ക്വാളിറ്റി സാധനങ്ങൾ, നല്ല ക്വാളിറ്റിയോട് കൂടി ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഐറ്റംസുകൾ എന്തൊക്കെയാണ്? തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സ്പെൻഡ് മണി എന്ത് ചെയ്യുന്നു? സ്പെൻഡ് ചെയ്യുന്നു ടു പ്രൊഡ്യൂസ്. അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തിന്? ഗുഡ്സ് ആൻഡ് സർവീസ്. അത് സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? സേവനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സെല്ലിങ് ദിസ് പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റ് സെല് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആൻഡ് സർവീസ്, അത് സർവീസ് ചെയ്യണമെങ്കിൽ ജനറേറ്റ് ഇൻകം ഫോർ ദം. നമ്മുടെ വരുമാനം, ഇൻകം എന്ത് ചെയ്യണം? ജനറേറ്റ് ചെയ്യണം. കാരണം വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഈ പണം സ്പെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ദ ഗോൾ ഓഫ് ദി ഫേം ഇൻ ദിസ് പ്രോസസ് ഈസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. ഈ ഒരു കൺസെപ്റ്റിൻ്റെ മെയിൻ ഗോൾ എന്താണ്? മാക്സിമൈസ് പ്രോഫിറ്റ് ആണ്. മാക്സിമം എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. 3 കമ്പോണൻസ് പറയുന്നുണ്ട് സപ്ലൈയിൽ. എന്തൊക്കെയാണ് 3 കമ്പോണൻസ്? നമ്മൾ സാധനം വിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 കമ്പോണൻസ് പറയുന്നുണ്ട്. ഒന്നെന്താണ്? ദ ക്വാണ്ടിറ്റി ഓഫ് ദി കമ്മോഡിറ്റി ദാറ്റ് എ ഫേം ഈസ് വില്ലിംഗ് ടു സപ്ലൈ. നമ്മൾ നേരത്തെ പറഞ്ഞു, നല്ല ക്വാളിറ്റിയോട് കൂടി ഒരുപാട് ഐറ്റംസ്, ക്വാണ്ടിറ്റി, ഒരുപാട് ഐറ്റംസുകൾ. ക്വാണ്ടിറ്റി പറഞ്ഞാൽ ഇത്ര എണ്ണം എന്നാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത്. ക്വാളിറ്റി എന്ന് പറയുന്നത് ആ സാധനത്തിൻ്റെ ഭംഗി, അതിൻ്റെ നിലവാരം, കാര്യങ്ങൾ നല്ല രീതിയിൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന കൺസെപ്റ്റാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം, നമുക്കുള്ള ഒരു സപ്ലൈ ചെയ്യുന്ന ബ്രെഡ്, അതൊരു നിശ്ചിത ഒരു ഡേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കൾ, ചപ്പാത്തി പോലത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പനിയിലൊക്കെ സപ്ലൈ ചെയ്യാറുണ്ട്. അതിനൊക്കെ ചില എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ പാലുകൾക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഒരുപാട് നമുക്ക് വാങ്ങി വെക്കാൻ പറ്റില്ല. പക്ഷേ മറ്റു ചില വസ്തുക്കൾക്ക് എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങാം. അപ്പോൾ ഏതൊക്കെയാണ് സാധനങ്ങൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് വാങ്ങാൻ പറ്റുന്നത്? അതെന്ത് ചെയ്യണം? ഒന്നാമത്തെ കമ്മോഡിറ്റിയിൽ നമുക്ക് ഒരുപാട് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കണക്ക് കൂട്ടി വെക്കണം. അതാണ് ഒന്നാമത്തെ കോമ്പൗണ്ട്സ് സപ്ലൈയിൽ പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഫേം ഈസ് വില്ലിംഗ് ടു സപ്ലൈ ദ ക്വാണ്ടിറ്റി. ആ ക്വാണ്ടിറ്റിയുടെ പ്രൈസ് എന്ത് ചെയ്യാതിരിക്കണം? നമ്മൾ നിശ്ചയിച്ചിരിക്കണം. നമുക്ക് എത്രത്തോളം നമുക്ക് നിശ്ചയിക്കാൻ പറ്റും? എല്ലാ ഭാഗത്തും ഒരുപോലെ പ്രൈസ് ആവുന്നില്ല, എല്ലാ കടകളിലും നമുക്ക് ഒരുപോലെ പ്രൈസ് ആവുന്നില്ല. ആ നാട്ടിലത്തെ സിറ്റുവേഷൻ വെച്ചിട്ടുണ്ട് അവർ പ്രൈസ് ഈടാക്കും. ദ ടൈം പീരീഡ് ഡ്യൂറിങ് വിച്ച്, മൂന്നാമത്തെ കൺസെപ്റ്റ് എന്താ പറയുന്നത്? സോറി, നമ്മൾ 3 കൺസെപ്റ്റ് പറയുന്നുണ്ട്, 2 കൺസെപ്റ്റ് പറഞ്ഞു. മൂന്നാമത്തെ കൺസെപ്റ്റ് എന്താ? ദ ടൈം പീരീഡ് ഡ്യൂറിങ് വിച്ച് ഈസ് വില്ലിംഗ് ടു സപ്ലൈ ദാറ്റ് ക്വാണ്ടിറ്റി. ഓരോ സമയമുണ്ട് അല്ലേ? നമുക്ക് ഓരോ സാധനങ്ങൾ വിൽക്കാനായിട്ട് സമയമുണ്ട്. പെരുന്നാൾ, അതുപോലെ തന്നെ ഈദ്, പിന്നെ ഓണം,
ക്രിസ്മസ്, അങ്ങനെ ഓരോ സമയത്ത് ഓരോ സാധനങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല ഡിമാൻഡ് വരും. അപ്പോൾ എന്തൊക്കെയാണ് അത്, ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ സ്ഥാനങ്ങളാണ് വാങ്ങേണ്ടത്, ആ ടൈമിൽ എന്തായിരിക്കണം നമ്മൾ നിശ്ചയിച്ചിരിക്കണം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അത് സപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ഈ 3 കോമ്പണൻസ് ആണ് സപ്ലൈനെ കുറിച്ചിട്ട് പറയുന്നത്. പിന്നെ സപ്ലൈ ഫംഗ്ഷൻ, അടുത്ത് പറയുന്നത് എന്താണ്, സപ്ലൈ ഫംഗ്ഷനാണ്. ദ റിലേഷൻ ബിറ്റ്വീൻ ദ വാരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ പ്രോഡക്റ്റ് ദാറ്റ് ഫേം supplies and the factors that affect those quantities is known as the supply function. സപ്ലൈ ഫംഗ്ഷൻ എന്താണ്, ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ, ആ പ്രോഡക്റ്റിൻ്റെയും അതുപോലെ തന്നെ ആ ഫേം സപ്ലൈ, അതായത് ഓരോ ക്വാണ്ടിറ്റി ഓഫ് എ പ്രോഡക്റ്റ് ദാറ്റ് ഫേം സപ്ലൈസ്, ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദോസ് ക്വാണ്ടിറ്റി, ഓരോ സാധനത്തിൻ്റെ റിലേഷൻഷിപ്പ്, അതായത് എത്ര എണ്ണം ആ സാധനം ആ ഫേമിലുണ്ട്, അതുപോലെ തന്നെ എത്ര എണ്ണം സാധനം നമുക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. സാധനം വിൽക്കനുസരിച്ചാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത്, സാധനം കൊണ്ടുവരുന്നത്. അപ്പോൾ എത്ര എണ്ണം ആ സാധനം ഫേമിലുണ്ട്, എത്ര എണ്ണം അത് എന്ത് ചെയ്യുന്നു, ഫാക്ടേഴ്സ് ആ സാധനം നമുക്ക് സപ്ലൈ ആയി വന്നിട്ടുണ്ട് എന്നുള്ള റിലേഷൻഷിപ്പിനാണ് സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കാരണം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ എന്തേ ഉള്ളൂ, സാധനം എടുക്കുള്ളൂ. ഏതൊരു കടയിലായാലും നമുക്ക് ഒരുപാട് സാധനം കാണുമ്പോൾ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്കൊരു സാധനങ്ങൾ ഒരുപാട് എടുക്കുമ്പോൾ ആ സാധനങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ആൾക്കാരൊക്കെ ഇപ്പോൾ ഉദാഹരണം നമുക്ക് സോപ്പുകളൊക്കെ ഒരു 6 പീസ് ഒരുമിച്ച് കാണുമ്പോൾ ഒരു സ്പെഷ്യൽ ഓഫറിൽ കാണാറുണ്ടല്ലോ അല്ലേ. അതെന്താണ്, നമുക്കത് വാങ്ങാനുള്ളൊരു മൈൻഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ മൈൻഡ് വരാൻ വേണ്ടിയിട്ട് അവർ ഒരു ഓഫർ വെച്ച് വെക്കുകയാണ്. അപ്പോൾ അത് ഒരുപാട് സാധനം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് സോപ്പൊക്കെ കേടുവരാത്ത സാധനമാണ്, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് വ്യക്തികൾക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാണ് സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സപ്ലൈ ഫംഗ്ഷനിൽ മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഒരു എക്കണോമിക്സ് എന്ന് പറഞ്ഞത് ഒരു എന്താണ്, ഇറ്റ്സ് എ സയൻസ് ഓഫ് സൊസൈറ്റിയാണ്. ഒരു സയൻസ് ഭാഗം പഠിക്കുകയാണെങ്കിൽ നമുക്കത് മാത്തമാറ്റിക്കലി പറയാറുണ്ട്. അതെന്താണ്, QSN ഈക്വൽ ടു F ഓഫ് PN F1 F2 ഡോട്ട് FM വരെ ഉണ്ടാവും. F1 F2 ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് FM വരെ, പിന്നെ TR G. അപ്പോൾ QSN എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ പ്രൊഡക്റ്റ് N, PN എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് N, FN F2 FM എന്ന് പറഞ്ഞത് എന്താണ്, പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. T എന്ന് പറയുന്നത് D എന്താണ്, ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ. രണ്ടാമത്തെ TR എന്താണ്, ഗവൺമെൻറ് പോളിസി ഓർ ടാക്സ് റേറ്റ്. പിന്നത്തെ G എന്ന് പറയുന്നത് ഗോൾ ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ്. ഇത് മാത്തമാറ്റിക്കലി സപ്ലൈയുടെ കാര്യം പറഞ്ഞതാണ്, ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് പരീക്ഷയിലൊക്കെ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ആക്കി വെക്കാം. ഈ ഇക്വേഷൻ എഴുതിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരീക്ഷയിലുള്ള മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ചെയ്യാവുന്നതാണ്. സപ്ലൈ നമുക്ക് കാണാണെങ്കിൽ ഒരു സപ്ലൈ കാണുക അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. പിന്നെ സപ്ലൈ ഫംഗ്ഷനെ കുറിച്ച് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, സപ്ലൈ ഫംഗ്ഷൻ. സപ്ലൈ ഫംഗ്ഷൻ ടൈപ്പിക്കലി ഡിപ്പിക്റ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. എന്താണ് വസ്തു നമ്മൾ വിറ്റത്, ആ വിറ്റതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും. നമ്മൾ പറഞ്ഞ 3 കോമ്പണൻസിൽ ഒന്നാമത്തെ എന്താണ്, ക്വാണ്ടിറ്റിയാണ്. രണ്ടാമത്തെ അതിന് പ്രൈസാണ്. ഇത് രണ്ടും കൂടിയിട്ടുള്ളതാണ് സപ്ലൈ ഫംഗ്ഷനിൽ പറയുന്നത്. ഇറ്റ് ഡിസ്പ്ലേസ് ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് എ സെല്ലർ ഓഫേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസ് ലെവൽ. ഓരോ സെല്ലേഴ്സ് എന്ത് ചെയ്യും, ഓരോ ഓഫർ ചെയ്യും അല്ലേ, അത് ഡിഫറെൻറ്റ് ലെവലായിരിക്കും. ഓരോന്നും ഓരോ ഡിഫറെൻറ്റ് ലെവലായിട്ട് എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് പീരീഡിൽ. മൂന്നാമത്തെ കോമ്പണൻസ് എന്താ, ടൈം പീരീഡാണ്. ഡിഫറെൻറ്റ് പീരീഡിൽ എന്ത് ചെയ്യും, നമ്മൾ ഓരോ കാര്യങ്ങൾ ഓഫർ ചെയ്യും. കാരണം എന്താണ്, ഓരോ ഡിഫറെൻറ്റ് പീരീഡിൽ ഓരോ സാധനം ജനങ്ങളെന്തോ വാങ്ങിച്ചു പോകുന്നതാണ്, നിർബന്ധമായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സാധനമാണ്. ഓരോ സമയത്തും ഓരോ സാധനത്തിന് കയറ്റുമതിയും അതുപോലെ തന്നെ അതിലൊക്കെ വ്യത്യാസം വരുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രൈസുകളൊക്കെ കൂടും. അതിൻ്റെ ക്വാണ്ടിറ്റി കുറയുമ്പോൾ എന്തോ പ്രൈസൊക്കെ കൂടും. ക്വാണ്ടിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും, പ്രൈസ് കുറയും. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോപ്പ് ഒരു 6 പീസ് വാങ്ങുമ്പോൾ എന്താവും, ക്വാണ്ടിറ്റി കൂടി. നമുക്ക് മിനിമം ഒരു സോപ്പ് മതി, അല്ലെങ്കിൽ മാക്സിമം പോയ 2 സോപ്പൊക്കെ മതി. പക്ഷെ നമുക്കൊരു 6 ക്വാണ്ടിറ്റി കൂടുമ്പോൾ എന്താവും, അതിൻ്റെ പ്രൈസ് കുറയും. ഇങ്ങനെയാണ് എന്താ പറയുക, ക്വാണ്ടിറ്റി കൂടുമ്പോൾ പ്രൈസ് കുറയും, ക്വാണ്ടിറ്റി കുറയുമ്പോൾ പ്രൈസ് കൂടും. ഇനി എന്താണ് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ. നമ്മൾ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിരുന്നു. ഇനി എന്താണ് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ എന്നാണ് പറയുന്നത്. The determinants of supply refers to the various factors that influence the quantity of goods or services that suppliers are willing and able to offer for sale at different prices. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ സാധനങ്ങളും ഓഫർ ചെയ്യുന്നു സെയിൽ അറ്റ് ഡിഫറെൻറ്റ് പ്രൈസ്. സം ഓഫ് ദി മെയിൻ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ ഇൻക്ലൂഡ് എന്തൊക്കെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള വില്ലിംഗ്നെസ് ടു
വില്ലിങ് ആൻഡ് ആബിൾ ടു ഓഫർ. എന്തൊക്കെയാണ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുക, ഏത് സെയിലൊക്കെയാണ് നമ്മൾ ഓഫർ ചെയ്യുക, അതിൻ്റെ ഡിഫറെൻറ്റ് പ്രൈസുകൾ എങ്ങനെയൊക്കെ നിശ്ചയിക്കുക, അതിൻ്റെ മെയിൻ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ്, നേരത്തെ പറഞ്ഞതിൻ്റെ മെയിൻ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ ഡിറ്റർമിനൻസ് എന്താണ്? പ്രൈസ് ഓഫ് ഇൻപുട്ട്. ഓരോ സാധനത്തിൻ്റെ പ്രൈസാണ് പറയുന്നത്. പ്രൈസ് ഓഫ് ഇൻപുട്ട്, ദ പ്രൈസ് ഓഫ് ദ ഇൻപുട്ട് നീഡ് ടു പ്രൊഡ്യൂസ് എ കമ്മോഡിറ്റി സച്ച് ആസ് ലേബർ, റോ മെറ്റീരിയൽസ് ആൻഡ് മെഷീനറി. ഒരു ഇൻപുട്ട് ഉണ്ടാക്കണം എന്ത് വേണം? ഈ ഇൻപുട്ട് കൊടുത്താൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. കാരണം ഇൻപുട്ട് ഇല്ലാതെ നമുക്ക് എന്തില്ല, ഒരു ഔട്ട്പുട്ട് കിട്ടുകയില്ല. അപ്പോൾ ഇൻപുട്ട് ഉണ്ടാക്കണമെങ്കിൽ ആരൊക്കെ വേണം? അവിടെ ലേബർ വേണം, ഒരു തൊഴിലാളി വേണം, റോ മെറ്റീരിയൽ വേണം, അതുപോലെ തന്നെ മെഷീനറി, അത് ഉണ്ടാക്കുന്ന ക്യാപിറ്റൽ, ലാൻഡ് വേണം, ഭൂമി വേണം, ലേബർ വേണം, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ്, അതുണ്ടാക്കുന്ന സാധനങ്ങൾ വേണം, അതുപോലെ തന്നെ മെഷീനറി കാര്യങ്ങളൊക്കെ വേണം. ക്യാൻ അഫക്ട് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ സംഭവങ്ങളൊക്കെ കൂടുമ്പോഴാണ് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റുകൾ നിശ്ചയിക്കുന്നത്. കാരണം ഒരു സാധനം ഒരു കടയിലേക്ക് എത്തുമ്പോൾ അത് പല ഭാഗത്തുനിന്നും അത് കവർ ചെയ്യുന്നത് വേറെ ഏരിയ ആയിരിക്കും, അത് ഉണ്ടാക്കുന്നത് വേറെ ഏരിയ ആയിരിക്കും, അത് ഉണ്ടാക്കുന്ന മറ്റൊരു വ്യക്തിയായിരിക്കും, അതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്ന വേറെ ഒരു വ്യക്തിയായിരിക്കും, അത് പാക്ക് ചെയ്യുന്നത്, മെഷീൻ ചെയ്യുന്നത്, അതായത് പാക്ക് നമ്മളെ മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പാക്ക് ചെയ്യും, അത് മറ്റു കൂട്ടരായിരിക്കും. ഇതിനൊക്കെ ചാർജ് കൂടിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് സാധനം എത്തുന്നത്. രണ്ടാമത്തെ ടെക്നോളജി. ഒന്നാമത്തെ പ്രൈസ് ഓഫ് ഇൻപുട്ട് പറഞ്ഞു, രണ്ടാമത്തെ ടെക്നോളജി. എന്താ ടെക്നോളജി എന്ന് പറയുന്നത്? അഡ്വാൻസ് ഇൻ ടെക്നോളജി ക്യാൻ ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ലോവർ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് ടെക്നോളജി ആധുനിക ടെക്നോളജി നമ്മൾ കേൾക്കാറില്ല. ടെക്നോളജി കൂട്ടുക എന്താണ്? അഡ്വാൻസ് ഇൻ ടെക്നോളജി ക്യാൻ ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ലോവർ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സാധനത്തിന് വില എന്തെങ്കിലും കുറയും, അതുപോലെ തന്നെ ടെക്നോളജി വർദ്ധിക്കുമ്പോൾ, ഉദാഹരണം പറയുകയാണ്, നമുക്ക് ഒരുപാട് ടെക്നോളജി വർദ്ധിച്ച് വരുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യുന്നു, വർക്കുകളൊക്കെ ഒരുപാട് കുറയും. ഉദാഹരണം, നമുക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ മറ്റൊരു രീതിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് ടെക്നോളജികൾ വർദ്ധിച്ച് വരുന്നു, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വരുന്നു. ആ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് റിസ്ക്കുകൾ കുറയും. റിസ്ക് കുറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് തൊഴിലാളികൾ വേണ്ട, മറ്റുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കുറക്കാൻ പറ്റും. നമുക്കിപ്പോൾ എന്ത് കാര്യങ്ങൾ, വസ്തുക്കൾ നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ വാങ്ങണമെങ്കിൽ നമുക്ക് എന്തുണ്ട്, മറ്റുള്ള ഒരു ഇൻ്റർനെറ്റ് സംവിധാനം, നമുക്ക് ഫ്ലിപ്കാർട്ടോ അതുപോലെ ആമസോണൊക്കെ ഉണ്ട്. നമുക്ക് പുറത്ത് പോയി വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്താവും, നമുക്കത് പുറത്തുനിന്ന് കൊടുക്കുന്നതിനായിട്ട് പ്രൈസ് കുറവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഓൺലൈൻ പർച്ചേസിൽ കൊറിയർ സംവിധാനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താവും, പ്രൈസ് കുറയും, നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുകയും ചെയ്യും, എല്ലാം ചെയ്യും. അതെന്താണ്? അത് ടെക്നോളജിയാണ് സംഭവം, ഒരു ഓൺലൈൻ ടെക്നോളജിയാണ്. ഒരു ആമസോൺ കാര്യങ്ങൾക്ക് നമ്മൾ ഉദാഹരണം പറയുകയാണ്. വിച്ച് ക്യാൻ ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി ഓഫ് ദി ഗുഡ്സ് ഓർ സർവീസ്. നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, ടെക്നോളജി വർദ്ധിക്കുമ്പോൾ നമുക്ക് റിസ്ക് കുറയും. നമുക്ക് ഫോണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആമസോൺ ഉദാഹരണം പറയുകയാണ്, ഫോണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സാധനങ്ങൾ നമുക്ക് എന്ത് സാധനം കൂടെ നമുക്ക് എന്ത് ചെയ്യും, ഫോണിൽ നിന്ന് നമുക്ക് കൊടുക്കാം. അവരെന്ത് ചെയ്യും, പല ആൾക്കാരും എന്ത് ചെയ്യും, സാധനം കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ചു തരുന്നു. അത് നമുക്ക് ടെക്നോളജിയാണ്. നമ്മൾ പോകേണ്ട റിസ്ക് ഇല്ല, നമുക്ക് പെട്രോളിന് റിസ്ക് ഇല്ല, നമുക്ക് സമയം വേസ്റ്റ് ഇല്ല. ജസ്റ്റ് നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ട സാധനം മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ കൊടുത്താൽ മതി. അതിന് പ്രൈസ് മറ്റുള്ള പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രൈസും വ്യത്യാസം ഉണ്ടാവും, ലോവർ പ്രൈസേ വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായി, പ്രൈസ് കുറഞ്ഞ് കിട്ടി, ടെക്നോളജി കൂടിയപ്പോൾ നമുക്ക് എന്തായി, സമയം കിട്ടി. ഇതൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റിയ എന്താണ്, ടെക്നോളജി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ദ സപ്ലൈസ് കാർ വില്ലിങ് ആൻഡ് ഹാവ് ടു ഓഫർ ഫോർ സെയിലിംഗ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ വാങ്ങിയത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത്. ഒരുപാട് സാധനം വാങ്ങുന്നവർക്ക് എന്താകുന്നു, അവിടെ ഓഫർ കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ, നമ്പർ ഓഫ് സപ്ലൈസ്. മോർ സപ്ലൈസ് ജനറലി മീൻസ് മോർ ക്വാണ്ടിറ്റി സപ്ലൈഡ്. കുറേ സപ്ലയർ ഉണ്ടെങ്കിൽ, അതായത് കുറേ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അർത്ഥം എന്താണ്, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. കാരണം സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തേ ഉള്ളൂ, ഒരുപാട് സപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് നമ്പർ ഓഫ് സപ്ലൈസ് എന്ന് പറഞ്ഞാൽ. നാലാമത്തെ പറയുന്നത് ഗവൺമെൻറ് പോളിസീസ് സച്ചാസ് എന്തൊക്കെയുണ്ട്, ഈ സപ്ലൈ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് കുറച്ച് പോളിസികളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ടാക്സ്, സബ്സിഡി, റെഗുലേഷൻ ആൻഡ് ടാരിഫ് ക്യാൻ അഫക്ട് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദി ഗുഡ്സ് ഓഫ് സർവീസ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ സെയിൽ. ഒരു സാധനം സെയിലാണെങ്കിൽ അതിൻ്റെ ടാക്സുകളുണ്ട്, GST ഉണ്ട്, അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് ടാക്സ് ഇട്ടാക്കുന്നുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് CGST കാണുന്നുണ്ടാവും, നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് ടാക്സ് ഉണ്ട്. അതുപോലെ ചില സാധനങ്ങൾ നമുക്ക് സബ്സിഡി കിട്ടാറുണ്ട് അല്ലേ, നമുക്ക് മറ്റുള്ള മാവിൻ സ്റ്റോറിൽ നിന്നും റേഷൻ കടയിൽ നിന്നൊക്കെ, അത് ഗവൺമെൻറ് തരുന്ന സംഭവമാണ്. അതൊക്കെ സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് എന്തുണ്ട്, ഗവൺമെൻറ് പോളിസികൾ ഉണ്ട്. അഞ്ചാമത്തെ, എക്സ്പെക്റ്റേഷൻ ഓഫ് ഫ്യൂച്ചർ പ്രൈസസ്.
ഭാവിയിലെ പ്രൈസ് നമ്മൾ എക്സ്പെക്റ്റേഷൻ ചെയ്യുക, നമ്മൾ ആലോചിക്കുക എന്താണ്, സപ്ലയേഴ്സ് മേ അഡ്ജസ്റ്റ് ദ സപ്ലൈ. നമ്മൾ എന്ത് ചെയ്യും, ഒരു സപ്ലൈ ചെയ്യാനുള്ള സാധനം സപ്ലൈ ചെയ്യാതെ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് കീപ്പ് ചെയ്ത് വെക്കും, അവിടെ എന്ത് ചെയ്യും, അത് ഉള്ളിലാക്കി വെക്കും. പിന്നെ ഭാവിയിൽ നല്ല പ്രൈസ് കിട്ടും തോന്നിയത് എന്ത് ചെയ്യാം, നമ്മൾ വിൽക്കുകയും ചെയ്യും. അത് ഒരു ഹോർഡിംഗ് എന്ന് പറയും. അതായത് നമ്മൾ എന്ത് ചെയ്യും, പൂഴ്ത്തിവെപ്പ് ചെയ്തിട്ട് ഭാവി നല്ല പണം കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിന് ഡിമാൻഡ് കൂടുന്ന സമയത്ത് അത് വിൽക്കപ്പെടും. അതാണ് ബേസ്ഡ് ഓൺ സപ്ലൈ ബേസ്ഡ് ഓൺ ദർ എക്സ്പെക്ടേഷൻ ഓഫ് ഫ്യൂച്ചർ പ്രൈസ്. ഇഫ് they expect the price to rise in the future, they may withhold. നമ്മൾ withhold എന്നാൽ കയ്യിൽ വെക്കുക. ആൻഡ് സപ്ലൈ ദ പ്രസൻറ്റ് ഇൻ ദി ഓർഡർ ടു സെൽ അറ്റ് എ ഹയർ പ്രൈസ് ലേറ്റർ. ഹയർ പ്രൈസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ സാധനം വിൽക്കപ്പെടും. ആറാമത്തെ എന്താണ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ചില ഗുഡ്സുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചില പ്രൈസുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്, ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് സച്ച് ആസ് എന്തൊക്കെയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ കോംപ്ലിമെന്റ് ഗുഡ്സ് ക്യാൻ അഫക്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ദി ഗുഡ്സ് ഓർ സർവീസ് ദാറ്റ് സപ്ലയർ ആർ വില്ലിംഗ് ആൻഡ് ഏബിൾ ടു ഓഫർ ഫോർ സെയിൽ. ചില സംഭവത്തിൽ നമ്മൾ സബ്സിഡി ഗുഡ് പറഞ്ഞു, കോംപ്ലിമെൻ്ററി ഗുഡ്സ് നമ്മൾ പറഞ്ഞിരുന്നു. സബ്സിഡി ഗുഡ്സ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്, ഒന്നിന് പകരം വെക്കാൻ പറ്റുന്ന സാധനമാണ് സബ്സിഡി ഗുഡ്സ്. ടീ ആൻഡ് കോഫി അതൊക്കെ എന്താണ്, സബ്സിഡി ഗുഡ്സ് ആണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക. അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ഗുഡ്സുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സർവീസിൻ്റെ ക്വാണ്ടിറ്റികൾ നമുക്ക് എന്ത് ചെയ്യാം, വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ അത് വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും, സപ്ലൈസ് കൂടും. അത് സപ്ലൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ഓഫറുകൾ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സെയിൽ ചെയ്യാനുള്ള ഓഫറുകൾ എന്ത് ചെയ്യും, കിട്ടും. സബ്സിഡി കൂടും, അതുപോലെ തന്നെ കോംപ്ലിമെൻ്റ് ഗുഡ് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഓഫറുകൾ സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രധാനപ്പെട്ട പറഞ്ഞ എന്തൊക്കെയാണ് കാര്യമായിട്ട് ഇത്തിരി സപ്ലൈ എന്താണ്, അതുപോലെ തന്നെ ഒരു 6 കാര്യങ്ങൾ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ ഫങ്ഷൻ പറഞ്ഞു. അതുപോലെ തന്നെ 6 കാര്യങ്ങൾ എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സോടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.